ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് സ്റ്റൈൽ ബൈ മാളവിക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണത് ആവണങ്ങാട് അമ്പലത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റണ എല്ലാ വീക്കിലും ഞാൻ പോവാറുണ്ട് കേട്ടോ. പീരീഡ്സിൻ്റെ ആ ഒരു ടൈമിൽ മാത്രം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും, പോവാറില്ല. പിന്നെ എല്ലാ വീക്കിലും നമ്മൾ കവർ ചെയ്യാറുണ്ട്. എനിക്കൊന്ന് ഭയങ്കര വിശ്വാസമാണ് അവിടെ പോയൊന്ന് തൊഴുത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളായാലും എല്ലാം A to Z അവിടെ പോയിട്ട് സങ്കടങ്ങളൊക്കെ പറയുക, അല്ലെങ്കിൽ സന്തോഷങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിന് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശക്തനെത്തിയപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു. അവിടെ എന്തോ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഡീസലൊക്കെ അടിച്ചിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം, അതായത് ഇത് അമ്മാടം കോടന്നൂർ ആ ഒരു റൂട്ടാണ് കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രകൃതിരമണീയമായിട്ടൊരു പ്ലേസാണ് കേട്ടോ അവിടെ. കൂടാതെ തന്നെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ പോയവർക്കറിയായിരിക്കും, ഹമ്പുണ്ട് വലിയ. നമ്മൾ ഈ പാർക്കിൽ മറ്റേ ഈ ഫാൻറ്റസി പാർക്ക് അങ്ങനത്തെ സംഭവങ്ങളിലേക്ക് പോകുമ്പോൾ ഭയങ്കര വലിയ റൈഡുകളുണ്ടല്ലോ, അതേപോലെ ഇങ്ങനെ നമുക്ക് പോവും. കാറ് ഭയങ്കര സ്പീഡിലെടുക്കുകയാണെങ്കിൽ അങ്ങനെ അത് ഭയങ്കര ഹാപ്പിനെസ്സാണ് ബബ്ലൂസിന്. അപ്പോൾ ആ ഒരു ഭാഗം എത്തുമ്പോൾ അവൻ ചൂണ്ടിക്കാണിക്കും, ആക്ഷനൊക്കെ ഇട്ടിട്ട് അങ്ങനെ കാണിക്കാനാണ് പറയണത്. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് എത്തി, കാറൊക്കെ പാർക്ക് ചെയ്തു കേട്ടോ. അമ്പലത്തിലെത്തി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു 2 ലോട്ടറി വിൽക്കണ ഒരു അപ്പൂപ്പന്മാരുണ്ട്. അപ്പോൾ അവിടുത്തെ ആ ഒരു അപ്പൂപ്പൻ്റെ ആ ഒരു അച്ചാച്ചൻ്റെ ഞാൻ ലോട്ടറി എടുക്കും കേട്ടോ. പോണ ഡേയ്സിലൊക്കെ ചിലപ്പോൾ വല്ലപ്പോഴൊക്കെ കിട്ടും, എന്നാലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ വീണ്ടും ലോട്ടറി എടുക്കാൻ എനിക്ക് ഭയങ്കര അവിടെ കേട്ടോ ആ ഒരു അപ്പാപ്പൻ്റെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അമ്പലത്തിൻ്റെ ആ ഒരു വൈബിൽ നിൽക്കണ ആ ഒരു പ്രസൻസ് ചിലപ്പോൾ എപ്പോഴും അടിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കും കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് ഞായറാഴ്ചയൊക്കെ ദിവസം പോവുകയാണെങ്കിൽ ഫുഡ് കഴിക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. അത്രയും എല്ലാ ദിവസവും ഇവിടെ തിരക്കാണ്. എന്നാൽ കൂടിയും നമ്മുടെ കണ്ടവരിയൊക്കെ ആയി നമ്മൾ 11 മണിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 11 മണി തൊട്ടാണ് അവിടെ ഫുഡ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പം നമ്മൾ എന്നാലും ഭയങ്കര ക്യൂ ആയിരുന്നു. എന്നാലും ക്യൂ ഒക്കെ മാറി നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. അവിടുത്തെ ഈ തൈരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സത്യത്തിൽ ഫുഡ് കഴിച്ചിട്ട് വരണം, അവിടെ പോയിട്ടുള്ളവർ മസ്റ്റായിട്ടും ഫുഡ് കഴിച്ചിട്ട് വരാൻ ശ്രമിക്കാം. ഭയങ്കര നല്ല ടേസ്റ്റായിട്ടുള്ള ഫുഡാണ് കേട്ടോ. അപ്പോൾ സാമ്പാറൊക്കെ വന്നു. നമ്മൾ ഞായറാഴ്ച ദിവസം, വെള്ളിയാഴ്ച ദിവസം, അതുപോലെ ചൊവ്വാഴ്ച ദിവസമൊക്കെ ഭയങ്കര തിരക്കാണ്. എന്നാൽ കൂടിയും ഇന്ന് നമ്മൾ പോയത് ബുധനാഴ്ചയാണ്. വലിയ ഹെവി ആയിട്ടുള്ള തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, നോർമലായിട്ടുള്ളൊരു തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി, ചന്ദനമൊക്കെ വെച്ചു. തൊഴുതിറങ്ങി വീണ്ടും കാറിൽ കയറിയിട്ടാണ്. അപ്പോൾ എന്താണാവോ ഭയങ്കര ഒരു കൊതി FFC കഴിക്കാനായിട്ട്. അപ്പം നമ്മൾ വരുന്ന റൂട്ടിൽ തന്നെയാണ് ഈ ഒരു പ്ലേസ് കേട്ടോ. നമ്മുടെ ഈസ്റ്റ് ഫോർട്ടിലെ വെസ്റ്റ് ഫോർട്ട്, പടിഞ്ഞാറേ കോട്ടയം ആ ഒരു ഭാഗത്താണ് ഈ ഒരു FFCൻ്റെ ഷോപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് ഒരു 4 പീസ് വാങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ അമ്പലത്തിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്നാൽ കൂടി ഇത് ഭയങ്കര കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ടൊരു മോഹട്ടാ, ഭയങ്കര കൊതി തോന്നി എനിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് ഏട്ടൻ വാങ്ങിയത്. അപ്പോൾ ഇതാണ് ഈ ബബ്ലൂസിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് 400 രൂപയാണ് കേട്ടോ. ഇത്രയധികം 3 പേർക്ക് ലാവിഷായിട്ട് കഴിക്കാം. അത്രയും ചിക്കൻ 400 രൂപയാണ്. 412 കെച്ചപ്പും മൈനസൊക്കെ 412 ഇങ്ങടാന്ന് തോന്നുന്നുണ്ട് എമൗണ്ട് വന്നത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇനിയുണ്ട്. അപ്പോൾ ബബ്ലൂസിനത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മളിത് ഇടയ്ക്കൊക്കെ മേടിച്ച് വെക്കും. അവനാവശ്യം പറയുന്ന സമയത്ത് നമ്മളൊന്നില്ലെങ്കിൽ ചൂടാക്കി കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഞാനെടുത്ത് കഴിച്ചിട്ടാ. അമ്പലത്തിൽ നിന്ന് കുറച്ച് ചോറുണ്ട്, എന്നാൽ കൂടിയും ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുവരണം, അല്ലെങ്കിൽ ദൈവമേ ഇതൊന്ന് കഴിച്ച് കഴിഞ്ഞാൽ എനിക്കെൻ്റെ ബോഡി, ഞാൻ ഇത്ര വണ്ണമുള്ളൊരു പേഴ്സൺ അല്ല, അതുകൊണ്ട് തന്നെ എൻ്റെ ബോഡി കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. എന്നാൽ കൂടിയും സാരമില്ല, നമ്മൾ കൊതി കൊണ്ടല്ലേ. ഇനിയിപ്പോൾ നാളെ നമുക്ക് എന്താ പറയുക, കഴിക്കാൻ നമ്മളില്ലെങ്കിലോ മനുഷ്യന്മാരുടെ കാര്യമാണൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആഗ്രഹം തോന്നുന്ന സമയത്ത് നമുക്ക് കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ഫുഡിൻ്റെ ആയാലും എന്താഗ്രഹമായാലും നമ്മൾ സാധിക്കാം കേട്ടോ. അതെൻ്റെ ഒരു ഏട്ടൻ്റെ പോളിസി എങ്ങനെയാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ആ ഒരു സംഗതിയിൽ ഞാനും ലയിച്ച് ചേർന്നപ്പോൾ എനിക്ക് എന്ത് തോന്നിയാലായിട്ട് അപ്പം തന്നെ വാങ്ങി തരും. അപ്പോൾ ഞാനും ഏട്ടനും ബബ്ലൂസും കൂടിയിട്ട് ഫുഡ് കഴിക്കാനായിട്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ആസ്വദിച്ചിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കണത്. ഏതാണ്ട് കുറേ നാൾ പട്ടിണിക്ക് കിടന്നിട്ട് പിന്നെ അതിന് മുമ്പിൽ ചിക്കൻ ബിരിയാണി ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതേപോലെയാണ് കേട്ടോ. ഹലോ, അപ്പോൾ
നമ്മുടെ കുതിരാൻ്റെ അമ്പലം ഉണ്ടല്ലോ, ഭഗവതി ക്ഷേത്രം, അങ്ങോട്ട് പോകാനായിട്ട്. ഭഗവതി അയ്യപ്പ ക്ഷേത്രം, അവിടെ പോകാൻ കേട്ടോ. അപ്പോൾ കുറച്ച് ഒരു കവർ നിറയെ ഫ്രൂട്ട്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെറുതെ വേസ്റ്റാക്കിയ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ അവിടുത്തെ കരിഞ്ഞന്മാർക്ക് നമ്മൾ കൊണ്ടു കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ അധികം ഫ്രൂട്ട്സ് കിട്ടുമ്പോൾ അവിടുത്തെ കരിഞ്ഞന്മാർക്ക് കൊണ്ടു കൊടുക്കാനൊക്കെ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ കുതിരാൻമല ഭഗവതി ക്ഷേത്രം നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇതേ നമ്മൾ കുതിരാൻ്റെ അമ്പലത്തിലെത്തിയിട്ട്, ഇത് ഭഗവതി ക്ഷേത്രമല്ല അയ്യപ്പൻ്റെ ക്ഷേത്രമാണ് കേട്ടോ. അവിടെ പേര് ഇപ്പോഴാണ് വായിക്കണത്. അപ്പോൾ നമ്മൾ ഇത്ര നാളും ഭഗവതി എന്ന് വിചാരിക്കരുത്, ഭഗവതി അല്ല അയ്യപ്പനായിരുന്നു. നമ്മളൊരു വട്ടുള്ളിലേക്ക് കയറിയിട്ടുള്ളൂ. അല്ലാത്ത ടൈമിലൊക്കെ നമ്മളിങ്ങനെ ഫുഡും കൊണ്ട് കുരങ്ങന്മാർക്ക് കൊടുക്കാനിട്ട് ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ മല സീസൺ ആയതുകൊണ്ടും അയ്യപ്പന്മാരുടെ സീസൺ ആയതുകൊണ്ടും അവിടെയും തിരക്കുണ്ടായിരുന്നു. കെട്ട് നിറയ്ക്കാനും അതുപോലെ പ്രാർത്ഥിക്കാൻ വന്നവരും ബെസ്റ്റ് ക്ലൈമറ്റ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഈവനിങ് ടൈം നമ്മൾ ചൂസ് ചെയ്തത് കേട്ടോ. കാരണം എനിക്കല്ലെങ്കിൽ ഈവനിങ് ടൈം ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ പുറത്തേക്ക് ഇറങ്ങാൻ, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഇത്രയും കാറ്റുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ ഒരു ഭാഗത്ത് നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല കാറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഈ നമ്മൾ ഒരു കവർ നിറയെ ആപ്പിൾ, ഇത് പ്രാവശ്യം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, മുഴുവനോടെയാണ് ഇങ്ങനെ എറിഞ്ഞിട്ട് കൊടുത്തത്. അപ്പോൾ നമ്മൾ എത്തുമ്പോൾ തന്നെ അവിടെ ആശാന്മാർ കുറേ പേരങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു, കുരങ്ങന്മാർ കുറേ പേര് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളപ്പട്ടിയാണെങ്കിൽ അവർ താഴ്ത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കുറച്ചിട്ട് മുകളിലേക്ക് ഒടിപ്പിക്കും. അതുകൊണ്ട് ഒന്നും താഴത്തേക്ക് വരുന്നില്ല, ഒക്കെ മുകളിൽ നിൽക്കുകയാണ്. പിന്നെ നമ്മളെയും കൂടാതെ തന്നെ വേറെ ഏതൊരു ചേട്ടൻ വന്നിട്ട് കുരങ്ങന്മാർക്കും പിന്നെന്താ അവിടുത്തെ പട്ടികൾക്കൊക്കെ ബിസ്ക്കറ്റും വേറെ ഫുഡും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിനെസ്. പുതിയ വീട് വേണം വീട് എവിടെ ഓർഡർ ചെയ്തേക്കണേ? ബുക്ക് ചെയ്തത്. അപ്പോൾ ബബ്ലൂസ് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ, അവൻ കുറേ നാളായി ഒരു വീട് വേണമെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഒരു വീട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് മീഷോ വഴി. അപ്പോൾ ഈ ഒരു കാര്യം അവൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ഒരു ചായ കുടിക്കാനായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ട് വെറും ഒരു ചായ മാത്രം കഴിച്ചു. പിന്നെ അനിയത്തി ഷാർജ ഷേക്കും, ഞങ്ങൾ ബൈക്കെല്ലാവരും ചായയാണ് കുടിച്ചത്. അങ്ങനെ വീടെത്തിയപ്പോൾ ബബ്ലൂസിന് ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു. വേറെ ഒന്നല്ല, അവൻ ആഗ്രഹിച്ച പോലെ അവൻ്റെ വീടിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഹാപ്പിനെസ്സാണ് അവൻ്റെ മുഖത്ത് കാണുന്നത് കേട്ടോ. അവൻ ഇന്ന് ചോദിക്കും, അമ്മ എന്താ ബുക്ക് ചെയ്തിട്ടുള്ള വീട് വരാത്തെ, എന്താന്ന് ചോദിക്കുമ്പോൾ ഇന്ന് വരും അങ്ങനെ പറഞ്ഞ് നീട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അത് കയ്യിൽ കിട്ടിയാലല്ലേ അവന് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അവന് ഭയങ്കര സന്തോഷം. അപ്പോൾ അവൻ അത് അൺബോക്സ് ചെയ്യേണ്ട ഒരു തിരക്കിലാണ് കേട്ടോ. മീഷോ ഇതേ ബബ്ലൂസിൻ്റെ അവൻ കുറേ നാളായിട്ട് പറയണതാണ് അവനൊരു കുഞ്ഞ് വീട് വേണമെന്ന്. അവനൊരു ഒരു വയസ്സ് ടൈമിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ടെൻറ്റ്, ഒരു കുഞ്ഞിയ വീടുണ്ടായിരുന്നു അവന്. അത് പിന്നെ നമ്മൾ അതിൻ്റെ കമ്പും പിന്നെന്താ വടിയും ഒക്കെ ഒടിഞ്ഞു പോയി. അപ്പോൾ പിന്നെ പുതിയതൊരെണ്ണം മേടിക്കുക. അപ്പോൾ അവൻ അതിൻ്റെ ഒരു പൊട്ടിക്ക് മറ്റും അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലാണ് ആളിരിക്കണത്. പൊട്ടിക്കാട്ടോ. അങ്ങനെ ഞാനും ഏട്ടനും ബബ്ലൂസും കൂടി ഇരുന്നു. ഇതിൽ അവർ ഒരു പേപ്പർ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമ്മളിത് മേടിച്ചപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം വന്നപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നു. നല്ല സ്പീഡിൽ തന്നെ ഐഡിയയിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ട്. അപ്പം ഞാനും ഏട്ടനും അങ്ങനെ കുറച്ച് ടൈം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് അവന് വീടും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കണ്ട. അവനതിൽ പറയണത്, അമ്മ ഇതിനുള്ളിൽ AC വെക്കി അല്ലെങ്കിൽ ഫാൻ വെക്കി. ഭയങ്കര കുഞ്ഞൊരു വീടാണ് കേട്ടോ. കുഴപ്പമില്ല, അവനെന്താ സുഖമായിട്ട് കിടന്നുറങ്ങാം. അതിനുള്ള തലാണയൊക്കെ വെച്ചിട്ട് അവൻ പറയുന്നത് എൻ്റെ വീടാണ്. പിന്നെ അത് ബെഡിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് അങ്ങനെയൊക്കെ അവൻ കുഞ്ഞു കുസൃതികളും സന്തോഷങ്ങളൊക്കെ ആയിട്ട് അവൻ ആ വീടിൻ്റെ ഉള്ളിൽ നിന്ന് കളിച്ചു. പിന്നെ നൈറ്റൊക്കെ ആയപ്പോൾ നമ്മൾ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയത്തീൻ്റെ ഫ്രണ്ട് മീൻസ് വലിയ ചേച്ചിയാണ് കേട്ടോ. ആ ചേച്ചി ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ ഭാഗത്ത് കറണ്ട് പോയിക്കായിരുന്നു. നമ്മുടെ നെല്ലൂന്നത്ത് തന്നെയായിരുന്നു മറ്റേ ഷോപ്പ് ഓപ്പൺ ചെയ്തേക്കുന്നത്. കുറേ നാളായി. അപ്പം ഞാൻ അവിടെ നൈറ്റ് വെയർ എന്തെങ്കിലും കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. പക്ഷേ കറണ്ട് ഇല്ലാത്ത തന്നെ റിട്ടേൺ വന്നു. പിന്നെ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ കയറിയിട്ട് മരുന്ന് മേടിച്ചു. പിന്നെ വീട്ടിലേക്ക് അരി കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം അരിയും ബബ്ലൂസിന് കാടാമുട്ട ഭയങ്കര ഇഷ്ടമാണ്. കാടാമുട്ടയും കാര്യങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ പുറത്താണ് കേട്ടോ. പുറത്ത് മീൻസ് നമ്മുടെ പുത്തമ്പള്ളി ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് ഏട്ടൻ്റെ കൂടെ വന്നേക്കാണ്. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അതായത് ഇന്ന് എൻ്റെ ഒരു കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫ്, രാവിലെ തൊട്ട് നൈറ്റ് വരെയുള്ള കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തേക്കണത്.
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യാം. അപ്പോൾ തിരുവനന്തപുരത്തെ ബൈ, സീ യു.